സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയിൽ എസ്എഫ്ഐ NSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. CPM-കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്തു. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് INL. ഈ ആവശ്യമുന്നയിച്ച് INL പ്രവർത്തകർ എരിയാൽ ടൗണിൽ പ്രകടനം നടത്തി. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കഥകളി സോദാഹരണ പരിപാടി ശ്രദ്ധേയമായി. ആദരിക്കൽ ചടങ്ങും നടത്തി. തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ 15ാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാസാംസ്കാരിക പരിപാടികളും ഫെബ്രുവരി 1 നടക്കും. വാർഷികാഘോഷ പരിപാടികൾ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളി അമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. ദേവസ്ഥാനം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർവകലാശാലയിൽ SFI NSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. CPM-കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കേന്ദ്ര സർവകലാശാലയിൽ SFI NSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഖിൽ മുന്നാട്, യൂണിറ്റ് സെക്രട്ടറി അമൽ ആസാദ്, സ്റ്റുഡൻസ് കൗൺസിൽ സെക്രട്ടറി സഹദ്, പ്രത്യുഷ, ശ്രീഹരി, NSU പ്രവർത്തകരായ അഭിരാം, വിഷ്ണുപ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റു. SFIക്കാർ ക്യാമ്പസിൽ വെച്ചിട്ട് ഇന്നലെ അഭിരാമിനെ ആക്രമിക്കുകയുണ്ടായത്. അഭിരാം നമ്മുടെ NSUയിൽ സജീവമായ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് അവനെ ആക്രമിക്കുകയുണ്ടായത്. ഈ കേരളത്തിലുടനീളം ഉണ്ടാകുന്ന SFIൻ്റെ ഈ ആക്രമണ പരമ്പരയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്നെയും ആക്രമിച്ചിട്ടുള്ളത്. ഭീഷണി സ്വരത്തിലാണ് അവർ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ 13ാം പ്രതിയായ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആക്രമിച്ചിട്ടുള്ളത്. അതിൽ അവർ ഇവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആദ്യം ചെയ്തത്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നീ വീൽ ചെയറിലാണ് പോകുന്നത്, ഇനി ഇങ്ങനെയാണെങ്കിൽ സ്ട്രെച്ചറിൽ പോകേണ്ട അവസ്ഥയാക്കരുതെന്ന് അവർ ഭീഷണി സ്വരത്ത് പറഞ്ഞപ്പോൾ അതിന് ഞാൻ അതെന്താണ് ഇവിടെ പറയേണ്ട ആവശ്യമെന്ന് ചോദിച്ച് പ്രതികരിച്ചു. അതിനുശേഷമാണ് എന്നെ അവർ കയറി ആക്രമിച്ചത്. വിഷ്ണുപ്രസാദിന് പരിക്കേറ്റത് പെരിയ PHC സെന്ററിൽ വെച്ചാണ്. CPM-കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിഷ്ണുപ്രസാദിനെയും അഭിരാമിനെയും കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്യാമ്പസിലെ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ അഭിരാമിനെയും കൊണ്ട് പെരിയ ആരോഗ്യ കേന്ദ്രത്തിലെത്തിയതായിരുന്നു വിഷ്ണുപ്രസാദ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് P. രാഘവൻ നഗറിലാണ് തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളക്കലകൾ സമൂഹത്തിൽ നടത്തിയ മുന്നേറ്റവും സ്വാധീനവും ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്കായി മാപ്പിള കലകളും ശബ്ദിച്ചിട്ടുണ്ട്. ഇത്തരം കലകൾ വലിയ തോതിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. പുലയന്മാർ എഴുതുകയും പാണന്മാർ പാടുകയും ആടുകയും ചെയ്ത കലകളുടെ സ്വാധീനം മാപ്പിളപ്പാട്ടുകളിലും കാണാൻ സാധിക്കും. കലയ്ക്ക് ജാതിയും മതവുമില്ലെന്നും മനുഷ്യ നന്മയാണ് എല്ലാ കലകളും ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പാർ തിളച്ച് റെഡിയായത് കണ്ടാൽ വന്ന് വിവരം പണി നമ്പൂരി ഒരു വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെയാണ് ചെല്ലും. അയിപ്പ് നോക്കിയിട്ട് ആ വടിയോട് ഒന്ന് ഇങ്ങനെ ഇളക്കും സാമ്പാർ. ആ ഇളക്കിയാണ് വന്ന് വിളമ്പി കൊടുക്കുകയും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയും. ഒന്നും ഇയാൾ ചെയ്യണില്ല കാണാൻ. അവസാനം നമ്മളെ ബുദ്ധിപരമായ 2 സഖാക്കളത് കണ്ടുപിടിച്ചു. ഒരു വെള്ളം മറിഞ്ഞെടുത്തിട്ട് എന്താണ് ഈ നമ്പൂരിൻ്റെ വടിൻ്റെ ഉള്ളിൽ വടികൊണ്ടാണ് ഇളക്കുന്നത്. അന്വേഷിച്ച് നോക്കുമ്പോൾ സഖാക്കളത് കണ്ടുപിടിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഉണക്കച്ചെമ്മീൻ വറുത്തത്. ഉണക്കച്ചെമ്മീൻ പൊരിച്ച് വറുത്ത് പൊടിയാക്കിയിട്ട് ഈ വടിൻ്റെ ഉള്ളിൽ അത് സാമ്പാറിങ്ങനെ കലക്കിയപ്പോൾ ഒരു പുത്തൻ സാമ്പാർ, എന്തോ ഒരു സാമ്പാർ.
അന്തരിച്ച CPIM നേതാവ് MK നാരായണന്റെ ഓർമ്മ പുസ്തകത്തിന്റെ കവർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ഉപഹാരങ്ങൾ TK ഹംസ വിതരണം ചെയ്തു. PK നിഷാന്ത് അധ്യക്ഷനായി. P കരുണാകരൻ, VV രമേശൻ, P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, KV സുജാത, അഡ്വക്കേറ്റ് C ശുക്കൂർ, മുലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. M രാഘവൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് മാപ്പിളപ്പാട്ട്, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, അറബനമുട്ട് എന്നിവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് INL. ഈ ആവശ്യമുന്നയിച്ച് INL പ്രവർത്തകർ എരിയാൽ ടൗണിൽ പ്രകടനം നടത്തി. ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്നും ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയണമെന്നുമാണ് INL ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ചുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ഏരിയാൽ ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള PMA സലാം അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട കലക്ടർമാജി അടക്കമുള്ള നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഈ കൊള്ളക്കാരനോട് രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളും അതിന് ഉത്തരവാദിയെന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും നേതൃത്വത്തെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. UDF-ന്റെ പ്രതിനിധിയായ കോൺഗ്രസിന്റെ യോഗം ഇന്ന് ചേർന്നു. ഒരു പ്രമേയം കണ്ടു. കോൺഗ്രസ് ആണത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ രാജിവെക്കണം, മുജീബിനെ ഒഴിപ്പിക്കണം, മുജീബിനെ ഒഴിവാക്കണം, നമ്മൾക്ക് നാണക്കേടാണ്, UDF-ന് നാണക്കേടാണ് എന്ന് UDF-ന് ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പാർട്ടി അതിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. മണ്ഡലം ട്രഷറർ കലീൽ എരിയാൽ അധ്യക്ഷത വഹിച്ചു. CMA ജലീൽ, ഹനീഫ് കടപ്പുറം, നൌഷാദ് ബള്ളിൽ, ജാവിർ കുളങ്ങര, സമീർ എരിയാൽ, കലീൽ മലബാർ, ഇൻസിമാം എരിയാൽ, സമദ് പട്ടാൺ, ചെപ്പു എടച്ചേരി, അന്തിക്ക ആസാദ് നഗർ, അഷ്റഫ് ബദർ നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കഥകളി സോദാഹരണ പരിപാടി ശ്രദ്ധേയമായി. ആദരിക്കൽ ചടങ്ങും നടത്തി. കഥകളിയെ അടുത്തറിയുന്നതിനായി പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ കഥകളി സോദാഹരണ ശില്പശാല സംഘടിപ്പിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്തുണ്ടായിട്ടുണ്ട്, കർഷക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാരുടെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കലാരംഗത്തും സാഹിത്യരംഗത്തും ചിത്രകലാരംഗത്തുമൊക്കെ പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് ജന്മം കൊടുക്കുകയും അവരൊക്കെ വളരെ പ്രസിദ്ധരായി തീർന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമമാണ് പുല്ലൂർ ഗ്രാമം. കഥകളി എന്ന് പറയുന്നത് ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അത്രത്തോളം പരിചിതമല്ലാത്തൊരു കലാരൂപമാണ്. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം, കേരള കലാമണ്ഡലം കഥകളി വേഷത്തിനുള്ള സംസ്ഥാന പുരസ്കാരം എന്നിവ നേടിയ പ്രശസ്ത കഥകളി ആശാനും പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ നാട്യകേസരി കേശവ കുണ്ടലായരെ പ്രസിഡന്റ് ആദരിച്ചു. തുടർന്ന് അദ്ദേഹം സോദാഹരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പറും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ TV കരിയൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി, വാർഡ് മെമ്പർമാരായ MV നാരായണൻ, ഷീബ A, പ്രീതി P, PTA പ്രസിഡന്റ് ബാലകൃഷ്ണൻ P, SMC ചെയർമാൻ ഷാജി A, മദർ PTA പ്രസിഡന്റ് നിഷ K തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ജനാർദ്ദനൻ P സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രവീന്ദ്രൻ MV നന്ദിയും പറഞ്ഞു. കഥകളിയിൽ താൽപര്യമുള്ള കലാസ്നേഹികൾ സോദാഹരണ ക്ലാസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.
കടലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ 15ാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പരിപാടികളും ഫെബ്രുവരി 1 നടക്കും. വാർഷികാഘോഷ പരിപാടികൾ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര സാങ്കേതിക മികവുകൾ പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റ്, സയൻസ്, മാത്സ് എക്സ്പോ തുടങ്ങിയവയും വാർഷികാഘോഷ ഭാഗമായി നടക്കും. 300-ൽ പരം പ്രദർശന സ്റ്റാളുകളും 10ഓളം പവലിയനുകളും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ വാർഷികാഘോഷവും അതോടനുബന്ധിച്ച് നടക്കുന്ന എക്സിബിഷനും ഫെബ്രുവരി ശനിയാഴ്ച 1-ാം തീയതി നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരം ഞങ്ങൾ ഏവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട DYSP ഹോസ്ദൂർ ബാബു പെരിങ്ങേത്താണ്. ഫെബ്രുവരി 1 വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് സ്കൂളിന്റെ 15ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഗെറ്റ്ലൻ CRDM CEO അഖിൽ കൃഷ്ണ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മനോരമ മുരളി, ഹെഡ്മിസ്ട്രസ് ഫിജില മുനീർ, ഇവന്റ് കോർഡിനേറ്റർ KP ഷഹൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. ദേവസ്ഥാന മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി. കിഴക്കുങ്കര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. തുടർന്ന് ദേവസ്ഥാനം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി. തുടർന്ന് ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ അന്നദാനവും നടന്നു. ഫെബ്രുവരി 1 വെളിച്ചപ്പാടൻ തെയ്യം, പുലിച്ചോൻ തെയ്യം, കരിന്തിരിക്കണ്ണൻ തെയ്യം, പുല്ലൂരാളി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. അതിയാമ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ അന്നദാനവും നടക്കും. രാത്രി 10 മണിക്ക് കിഴക്കുങ്കര കാഴ്ചാഘോഷ കമ്മിറ്റിയുടെയും 11 മണിക്ക് കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റിയുടെയും വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച സമർപ്പണം നടക്കും. ഫെബ്രുവരി 2 പുള്ളിക്കരിങ്കാളിയമ്മയുടെ നൃത്തത്തിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ളതും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപവുമായ ആയിരത്തിരി മഹോത്സവം നടക്കും. തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. രാത്രി 7 മണിക്ക് കോട്ടച്ചേരി മാതൃസമിതിയുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം നടക്കും. ഫെബ്രുവരി 3 വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 12 മണി മുതൽ കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ അന്നദാനം, 5 മണിക്ക് തേങ്ങയേറ് ചടങ്ങ് നടക്കും. തുടർന്ന് നടക്കുന്ന വിഷ്ണുമൂർത്തി തിരുമുടിയെടുക്കലോടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടി സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥിനി പ്രതിഭകൾക്കും അധ്യാപകർക്കും വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും SMC-യുടെയും സ്റ്റാഫ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ അനുമോദനം നൽകി. വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാലത്തെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇവിടുത്തെ അധ്യാപകര് വലിയ കഴിവുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെയാണ് വിദ്യാലയം മുന്നോട്ടേക്ക് പോകുന്നത്. സാധാരണ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു ഭാഗത്തു കൂടി പോകുമ്പോൾ സീനിയർ അസിസ്റ്റന്റ് മറ്റൊരു വഴിയിലൂടെ പോകും. PTA ഇതിന്റെ ഇടയ്ക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ K. കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് S. ഗോവിന്ദരാജ്, SMC ചെയർമാൻ പ്രഭാകരൻ മൂലക്കണ്ടം, സീനിയർ അധ്യാപിക അമ്പിളി എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സരള ചെമ്മഞ്ചേരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി B. സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് ഗാന്ധിയൻ കുടുംബ സംഗമം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് മണ്ഡലത്തിലെ 1-ാം വാർഡായ കണ്ണങ്കയിൽ ഒരുക്കിയ സജീവൻ നഗറിലാണ് പ്രഥമ ഗാന്ധിയൻ നടത്തിയ കുടുംബ സംഗമം നടത്തിയത്. ഗോഡ്സെയുടെ രാമനെയാണ് സംഘപരിവാർ ആരാധിച്ചതെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർക്കുണ്ടായ പരാജയമെന്ന് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് KPCC അംഗവും പ്രമുഖ വാഗ്മിയുമായ റിജിൽ മാക്കുറ്റി ആരോപിച്ചു. ഉത്തർപ്രദേശിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP നേരിട്ടത് കനത്ത തോൽവിയായിരുന്നുവെന്നത് മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഒരു മാസമായി റേഷൻ പീടികയിൽ അരിയില്ല. മറ്റൊരു പൊതുമാർക്കറ്റിൽ പോയി 1 കിലോ അരി വാങ്ങുമ്പോൾ 40, 45, 50 രൂപയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അരിയുടെ വിലയാണ്. 1 കിലോ അരി വാങ്ങി എത്ര ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റും? അരി കൊടുക്കാത്ത സർക്കാർ ഈ നാട്ടിൽ അരി കൊടുക്കുന്നില്ല, പക്ഷെ ആവശ്യത്തിന് ഒരു സാധനം കിട്ടുന്നുണ്ട്. അതാണ് മദ്യമാണ്. അതിനൊരു കുഴപ്പമില്ല, പൈസ വർദ്ധിപ്പിക്കുന്നു. ഇഷ്ടംപോലെ സാധനം, ഏത് ബീവറേജിന്റെ സ്റ്റോക്കിൽ പോയാൽ ഏത് സാധനവും ബ്രാൻഡ് സാധനവും ഇഷ്ടം പോലെയുണ്ട്. റേഷൻ പീടികയിൽ പോയാൽ മാത്രമേ കാര്യമായി കാണും. മദ്യത്തിൽ മുക്കിക്കൊള്ളാൻ നോക്കുകയാണ് ഈ നാട്ടിലെ സർക്കാർ. അതിനുവേണ്ടി മദ്യശാലകൾക്ക് ഇഷ്ടാനുസരണം പൈസ വാങ്ങിക്കൊണ്ട് അനുമതി കൊടുക്കുന്നു. നമ്മുടെ കുട്ടികളെ, ചെറുപ്പക്കാരെ മുഴുവൻ മദ്യത്തിന്റെ ആസക്തിയാക്കി അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. പിലിക്കോട് കണ്ണങ്കയിൽ നടന്ന ഗാന്ധിയൻ കുടുംബ സംഗമത്തിൽ പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MP മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, AV കുഞ്ഞികൃഷ്ണൻ, KM വിജയൻ, C ചന്ദ്രൻ മാസ്റ്റർ, P ലീന, മല്ലക്കര ഭാസ്കരൻ, K ഉദയഭാനു, KV ദാമോദരൻ, TV കുഞ്ഞികൃഷ്ണൻ, സുദേശ് വടക്കേടത്ത്, PP ശ്രീജ, രമാരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാന്ധിയൻ ജനാധിപത്യ സങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടർ AM ശ്രീധരനും ആധുനിക ഇന്ത്യയിൽ ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്തും പ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ച ചടങ്ങിൽ പെരിയ കല്യോട്ടെ രക്തസാക്ഷികളുടെ പിതാക്കന്മാരായ സത്യനാരായണൻ, കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാവണേശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പുതുതായി നിർമ്മിച്ച തറവാട്ടിൽ പ്രതിഷ്ഠ കലശ മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 7 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവണേശ്വരം നാരന്തട്ട തറവാട് സംരക്ഷണ സമിതി പുതുതായി നിർമ്മിച്ച തറവാട്ടിൽ പ്രതിഷ്ഠ കലശ മഹോത്സവം ഫെബ്രുവരി 4 മുതൽ 7 വരെ തീയതികളിലായാണ് നടക്കുന്നത്. അരവത്ത് പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഫെബ്രുവരി 4 വൈകിട്ട് 5 മണിക്ക് പുതിയ തറവാട് ഭവനം കുറ്റിപൂജ നടക്കും. ഫെബ്രുവരി 5 രാവിലെ 9 മണിക്ക് കലവറ നിറയ്ക്കൽ. വൈകിട്ട് 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. തന്ത്രീശ്വരന്മാരെ ആലിൻകീഴിൽ നിന്നും തറവാട്ടിലേക്ക് പൂർണ്ണ കുംഭത്തോടുകൂടി സ്വീകരിക്കും. ഫെബ്രുവരി 6 രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, ഭഗവതി സേവ. വൈകിട്ട് 6 മണിക്ക് വിവിധ താന്ത്രിക കർമ്മങ്ങൾ. ഫെബ്രുവരി 7 രാവിലെ 7 മണി മുതൽ ഗണപതി ഹോമം, കലശപൂജ, പ്രസാദ പ്രതിഷ്ഠ. തുടർന്ന് തറവാട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമം. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയുള്ള മുഹൂർത്തത്തിൽ നാരന്തട്ട ചാമുണ്ടിയമ്മയുടെ പ്രതിഷ്ഠ. തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങളും അന്നദാനവും നടക്കും. ഫെബ്രുവരി 4 വൈകുന്നേരം കുറ്റിപ്പൂജ, 5 രാവിലെ കലവറ നടക്കൽ, 5 വൈകുന്നേരം ക്ഷേത്രം തന്ത്രിയെ, തറവാട് തന്ത്രിയെ വരവേൽക്ക്. പിന്നെ 6-ാം തീയതി അതിൽ കുറച്ച് കലശത്തിൻ്റെ കുറേ പിന്നെ അതിനനുസരിച്ചുള്ള കുറച്ച് ചടങ്ങുകളുണ്ട്. 7-നാണ് പ്രതിഷ്ഠ. 7 ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയിലെ സമയത്താണ് പ്രതിഷ്ഠ. അത് കഴിഞ്ഞാൽ തെയ്യം കിട്ടിയാണിക്കാനുണ്ട്. പക്ഷെ ആ തെയ്യക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഫെബ്രുവരി 11, 12 ദിവസത്തിലാണ് തെയ്യം. ഫെബ്രുവരി 11 വൈകുന്നേരം 7 മണിക്ക് ആദരിക്കൽ ചടങ്ങ് നടക്കും. രാത്രി 8 മണിക്ക് നാരന്തട്ട ചാമുണ്ടിയുടെ തിടങ്ങൽ. 9 മണിക്ക് പൊട്ടൻ തെയ്യം കൂടൽ. തുടർന്ന് നാരന്തട്ട മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, വിവിധ പരിപാടികൾ എന്നിവ അരങ്ങേറും. ഫെബ്രുവരി 12 പുലർച്ചെ 1 മണിക്ക് പൊട്ടൻ തെയ്യത്തിന്റെ പുറപ്പാട്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ തറവാട് പ്രസിഡന്റ് N കുഞ്ഞിക്കേളു നമ്പ്യാർ, സെക്രട്ടറി N ജയനാരായണൻ നമ്പ്യാർ, ട്രഷറർ N അശോകൻ നമ്പ്യാർ, രക്ഷാധികാരി N രാഘവൻ നമ്പ്യാർ, വൈസ് പ്രസിഡന്റ് N ബാലകൃഷ്ണൻ നമ്പ്യാർ, ബിൽഡിംഗ് കോർഡിനേറ്റർ N പവിത്രൻ നമ്പ്യാർ, വേണുഗോപാലൻ നമ്പ്യാർ, പൊന്നം കയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു.
ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം, ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഇഫ്ലാർ സംഗമം മെട്രോ പുരസ്കാരദാനവും സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് വിപുലമായ യോഗം ചേർന്നു. ജീവകാരുണ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ 1/4 നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും സംഘടിപ്പിക്കും. 100ഓളം കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റുകളും പുതുവസ്ത്രങ്ങളും തൊഴിലുപകരണങ്ങളും ഭവന നിർമ്മാണ, വിവാഹ, ചികിത്സാ സഹായങ്ങളും വിതരണം ചെയ്യും. അടുത്ത മാസം 2ാം വാരത്തിൽ കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് സംഗമം ഒരുക്കുക. സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ 5ാം ചരമവാർഷിക ദിനവും കേരളത്തിലെ പ്രഗത്ഭരായ 2 പൊതുപ്രവർത്തകർക്കുള്ള പുരസ്കാര വിതരണവും ജൂൺ 10-ന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. മുൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, മികച്ച പാർലമെന്ററിയനായ NK പ്രേമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാർ ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രമുഖ നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. PK ഫിറോസ് മെട്രോ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ചെയർമാൻ T. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി കഴിഞ്ഞ 28 വർഷമായി പൊതുജനങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവിക്കുന്ന പലവർക്കും സഹായം നൽകുന്ന ഒരു പ്രസ്ഥാനം കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് ഒരു സാധു കുടുംബത്തിനുള്ള ഭവന നിർമ്മാണ സഹായം ഇവിടെ ബഹുമാന്യനായ നമ്മുടെ ചീഫ് പേട്രൺ പാലക്കി C. കുഞ്ഞാമദ് ഹാജി നമ്മുടെ ബഹുമാന്യനായ മുൻ ചെയർമാനെ ആ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഏൽപ്പിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിലെ നിർധനരായ ഓട്ടോ ഡ്രൈവറുടെ ഭവന നിർമ്മാണത്തിന് സൊസൈറ്റി അനുവദിച്ച സഹായം മുഖ്യ രക്ഷാധികാരി പാലക്കി C. കുഞ്ഞാമദ് ഹാജി മുൻ നഗരസഭാ ചെയർമാൻ V. ഗോപിക്ക് കൈമാറി. കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, ട്രഷറർ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി, ഡയറക്ടർമാരായ A. ഹമീദ് ഹാജി, തൊട്ടി സാലിഹ് ഹാജി, MK റഷീദ് ഹാജി, സൗദി അബൂബക്കർ ഹാജി, AP കരീം, AK മുഹമ്മദ്, ഇക്ബാൽ ഹാജി, കുശാൽ നഗർ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി T. റംസാൻ സ്വാഗതവും M. ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്ത് കുതിരപ്പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. വിവിധ തെയ്യങ്ങളും അരങ്ങിലെത്തി. മടിയൻകൂലോം ക്ഷേത്രപാലകന്റെ അമരഭൂമിക്കകത്ത് അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നു. വിവിധ തെയ്യങ്ങളും അരങ്ങിലെത്തി. രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടന്നു. താലപ്പൊലിയേന്തിയ ബാലികമാർ, മുത്തുക്കുട, വേതാളം, ശിങ്കാരിമേളം, നിശ്ചല ചലന ദൃശ്യങ്ങൾ, വാവട ഡാൻസ്, ഗ്ലാസ് ബോർഡ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കനകാട്ടം, വിവിധ നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുമുൽ കാഴ്ച സമർപ്പണം നടന്നത്. ോട്ട് ചാടി കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ആ സ്തംഭത്തിന് മേൽ ആഞ്ഞൊന്നു കിട്ടി. പെരളം, മധുരക്കാട്, കേളൂത്ത്, പൊള്ളക്കട, പുല്ലൂർ, കൊടവലം, വെള്ളിക്കൂത്ത്, വീണച്ചേരി പ്രാദേശിക കമ്മിറ്റികളുടെ വൈദ്യുത ദീപാലങ്കൃതമായ വർണ്ണശബളമായ തിരുമുൽ കാഴ്ച വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മൂലക്കണ്ടം, കാരക്കുഴി, വെള്ളിക്കൂത്ത് വഴി ദേവസ്ഥാനത്ത് പ്രവേശിച്ച് പുലിയൂർ കണ്ണൻ തെയ്യത്തിന്റെ വെള്ളാട്ടത്തിന് മുന്നിൽ സമർപ്പിച്ചു. തുടർന്ന് എഴുന്നള്ളത്തും നടന്നു. രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും ദേവസ്ഥാന സന്നിധിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പ്രസിദ്ധമായ മടിക്കൈ പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. ശനിയാഴ്ച പകൽ ചാമുണ്ടിയമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും പൂമാരതൻ ദൈവത്തിന്റെയും പുറപ്പാട്. രാത്രി മുണ്ടോട്ട് നിന്നും പുറപ്പെടുന്ന വർണ്ണശബളമായ തിരുമുൽ കാഴ്ച, പൂമാരതൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിന് സമർപ്പണം. തുടർന്ന് ചാമുണ്ടിയമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും കുളിച്ചുതോറ്റം നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, പൂമാരതൻ, ഗുളികൻ എന്നീ ദൈവക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. തുടർന്ന് തുലാഭാരം. ഉച്ചയ്ക്ക് ഭക്തർക്ക് അന്നപ്രസാദവും നൽകും. ന്യൂസ് ബ്യൂറോ, മടിക്കൈ. കളിയാട്ട മഹോത്സവത്തിനൊരുങ്ങി മാണിക്കൊത്ത് മുണ്ടയിൽ വീട് തറവാട്. ഫെബ്രുവരി 4-5 തീയതികളിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിപുരാതനമായ മാണിക്കോത്ത് മുണ്ടയിൽ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 4-5 തീയതികളിൽ നടക്കും.
ഫെബ്രുവരി 4 വൈകിട്ട് തിടങ്ങലോടുകൂടി കളിയാട്ടം ആരംഭിക്കും. തുടർന്ന് പൂമാരുതൻ തീയത്തിന്റെ വെള്ളാട്ടം, തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം, ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെ കുളിച്ചുതോറ്റവും IT ഭഗവതിയുടെ കുളിച്ചുതോറ്റവും നടക്കും. തുടർന്ന് കുണ്ടാർ ചാമുണ്ടിയുടെ മോന്തിക്കോലം. രാത്രി 9 മണിക്ക് പൂരക്കളി, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറും. സമാപന ദിവസമായ ഫെബ്രുവരി 5 ബുധനാഴ്ച രാവിലെ 7 മുതൽ പൂമാരുതൻ, രക്തചാമുണ്ടി, IT ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടും. തുടർന്ന് കുണ്ടാർ ചാമുണ്ടിയും അരങ്ങിലെത്തും. നമ്മുടെ മുണ്ടേരിയുടെ തറവാട് എന്ന് പറയുമ്പോൾ മറ്റു തറവാടുകളിൽ വ്യത്യസ്തമായ തറവാടാണ് നമ്മൾ മുണ്ടേരി വീട്. കാരണം സംക്രമം കഴിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലത്തെ കുമാരൻ തെയ്യം, എല്ലാ തറവാടുകളും വ്യത്യസ്തമായൊരു തറവാടാണ് നമ്മുടെ മാണിക്കോത്ത് മുണ്ടേരി വീട് തറവാട്. അപ്പോൾ അത് നമ്മൾ പിന്നെ പ്രത്യേകമായൊരു തറവാടാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോലെ തന്നെ പിന്നെ സംക്രമം കഴിക്കുന്നുണ്ട്. മറ്റു പരിപാടികൾ കുമാരൻ തെയ്യം, വെള്ളാട്ടുണ്ട് രാത്രി. വ്യത്യസ്തമായ പരിപാടികളോട് ഒരു തറവാടാണ് നമ്മളെ മാണിക്കത്ത് മുണ്ടേരിയോട്. അതിന്റെ ഭാഗമായിട്ട് വിപുലമായ പരിപാടി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്തർക്ക് അന്നപ്രസാദം നൽകും. തുടർന്ന് വിഷ്ണുമൂർത്തി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. ഉച്ചുളിക്കടവത്ത് ഭഗവതിയും ഗുളികനും കെട്ടിയാടും. വൈകിട്ട് ഗുളികന്റെ വടക്കേൻ വാതിൽ കർമ്മം. വൈകിട്ട് 5 മണിക്ക് വിളക്കിലരിയോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കും. മഹോത്സവത്തിന്റെ മികച്ച നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തെ ആഘോഷമാക്കുവാനൊരുങ്ങുകയാണ് ഒരു നാട് മുഴുവനും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരവത്ത് ആലിങ്കാൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പ്രസിദ്ധവും ഐതിഹ്യസമ്പന്നവുമായ അരവത്ത് ആലിങ്കാൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടത്തുന്ന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങളാണ് അണിനിരന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ചയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ഉച്ചയ്ക്ക് 12:51 മുതൽ 1:39 വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രം ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ നടക്കുക. മഹോത്സവത്തിന്റെ ഭാഗമായി കലാസന്ധ്യയും അരങ്ങേറും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർവകലാശാലയിൽ SFI NSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം. CPM-കാരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്തു. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് INL. ഈ ആവശ്യമുന്നയിച്ച് INL പ്രവർത്തകർ എരിയാൽ ടൗണിൽ പ്രകടനം നടത്തി. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കഥകളി സോദാഹരണ പരിപാടി ശ്രദ്ധേയമായി. ആദരിക്കൽ ചടങ്ങും നടത്തി. തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ 15ാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാസാംസ്കാരിക പരിപാടികളും ഫെബ്രുവരി 1 നടക്കും. വാർഷികാഘോഷ പരിപാടികൾ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളി അമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇട്ടമ്മൽ കടപ്പുറം പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. ദേവസ്ഥാനം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.